നമുക്ക് പാസ്റ്റ് ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുമെന്നും റേറ്റി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് പല അവരുടെ മുൻജന്മങ്ങളെ കുറിച്ചുള്ള അവയർനെസ് കിട്ടുമെന്നുള്ളതും കേട്ടിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും ഒരു കൊടാലി ഉപയോഗിച്ച് നമ്മൾ തുണി മുറിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളൊരു വെട്ടുകത്തി ഉപയോഗിച്ച് നമ്മൾ മരത്തിനെ വെട്ടിക്കീറാറില്ല. നമ്മൾ കൊടാലി ഉപയോഗിച്ച് ചെയ്യുന്നത്. അതിന് ഓരോന്നിനും ഓരോ ടൂളുകളുണ്ട്. എല്ലാം എൻ്റെ ബോഡി, ഈ ജീവിതം കേന്ദ്രീകരിച്ചാണ് അല്ലേ. നമ്മൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏതിലാണ്? ഈ ജീവനും ഈ ശരീരത്തിനും. നമ്മൾ റേക്കി ചെയ്യുമ്പോൾ ബ്രെയിൻ വേവ്സ് നമ്മുടെ ആൽഫ തീറ്റ ലെവലിലേക്കാണ് പോകുന്നത്. ആ സമയത്താണ് സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും കൂടുതൽ റിസപ്റ്റീവ് ആവുന്നത്. അതിലെല്ലാം ഉൾപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മളുടെ എവിടെയോ വെച്ച് നമ്മളുടെ ഈ റേക്കിയുടെ പഠിപ്പിക്കുന്ന രീതിയിൽ അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. നമസ്കാരം സർ. നമസ്കാരം സർ, ഈ റേക്കി പഠിക്കുന്നവരുടെ എക്സ്പീരിയൻസ് കേട്ടപ്പോൾ അറിഞ്ഞത് നമുക്ക് പാസ്റ്റ് ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുമെന്നും റേറ്റി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് പല അവരുടെ മുൻജന്മങ്ങളെ കുറിച്ചുള്ള അവയർനെസ് കിട്ടുമെന്നുള്ളതും കേട്ടിട്ടുണ്ട്. ഇതിലുള്ള സാറിന്റെ അഭിപ്രായം എന്താണ്? ഇത് സത്യം തന്നെയാണോ? ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് സത്യമാണോ അല്ലെങ്കിൽ സത്യമല്ല എന്ന് പറയാൻ സാധിക്കില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ ഇതൊരു എനർജി ആയതുകൊണ്ട് നമ്മൾ ഒരു സോളിനെ പോലും ഒരു ഹയർ കോൺഷ്യസ്നസിൻ്റെ ഭാഗമായിട്ടുള്ള കാണുന്ന ഒരു സംഭവമാണ് സോള്. ഇത് അതിലേക്ക് പോകാൻ സാധിക്കുമായിരിക്കും, ഓപ്ഷൻസ് ഉണ്ടാവുമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഞാൻ ആ ഒരു ലെവലിൽ എത്തിയിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എനിക്ക് അതിനുള്ള എക്സ്പീരിയൻസസ് ഇല്ല. ഇതിൽ തന്നെ ഈ ഒരു സിസ്റ്റത്തിൽ തന്നെ കൂടുതൽ പ്രാക്ടീസ്, ഒരു 10, 20 അല്ലെങ്കിൽ 30 വർഷത്തെ പ്രാക്ടീസിൽ ചെയ്താൽ ചിലപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ എനിക്കിത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് പറയാനായിട്ടുള്ള അറിവ് എനിക്കില്ല ഇതിനെപ്പറ്റി. പക്ഷെ ഇത് ഞാൻ കേട്ടിരിക്കുന്നത്, ഈ ഒരു സെക്കൻഡ് ഡിഗ്രി ഒക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ തന്നെ അവർക്ക് പാസ്റ്റ് ലൈഫിനെ കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് കേട്ടറിവ്. അപ്പൊ ഇങ്ങനെയുള്ളത് ഈ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഈ ഒരു ഷോർട്ട് ടൈമിൽ തന്നെ നമുക്കത് ഈ എനർജി ലെവലിൽ നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് പോസിബിൾ ആണോ? സ്റ്റുഡൻസിൻ്റെ റേക്കിയുടെ ലെവലല്ല, ഏത് ലെവലിലുള്ള സ്റ്റുഡൻസാണ് ഇത് പഠിക്കാൻ വരുന്നത് എന്നത് അപേക്ഷിച്ചിരിക്കും. ഈ എനർജിയായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അറിവുള്ള ആളുകൾ, അല്ലെങ്കിൽ പലതരത്തിലുള്ള സാധനകൾ ചെറുപ്പം മുതൽ ചെയ്യുന്ന ആളുകൾ, അവർക്കെല്ലാം റേക്കി പെട്ടെന്ന് കണക്റ്റ് ആവുകയും റേക്കിയുടെ സാധ്യതകളെ കൂടുതൽ യൂസ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ സാധിക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അതല്ല, ഒരു നോർമലായിട്ട് സാധാരണ ജീവിതം ജീവിച്ചു വരുന്ന ഒരാൾക്ക് വർഷങ്ങളോളം പ്രാക്ടീസിലൂടെ മാത്രം അച്ചീവ് ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങളാണ് ഇതെല്ലാം നമ്മളുടെ ഓരോ സ്റ്റുഡൻസിൻ്റെയും ലെവൽ അടിസ്ഥാനപ്പെടുത്തി. റേക്കിയുടെ ലെവലല്ല. റേക്കിയുടെ ലെവൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ലെവലിലും ഓരോ കൃത്യമായിട്ടുള്ള പഠനങ്ങളുണ്ട്. പഠനങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സിമ്പിൾസ് യൂസ് ചെയ്യുന്ന, ഇപ്പം ഞാൻ ക്ലാസിക്കൽ റേക്കിയിൽ 4 സിമ്പിൾസ് ആണുള്ളത്. അതിനകത്ത് ഫസ്റ്റ് ഡിഗ്രിയിൽ നമ്മൾ യാതൊരു വിധത്തിലുള്ള സിമ്പിൾസും അറ്റ്യൂൺ ചെയ്യുന്നില്ല. രണ്ടാമത്തെ ഡിഗ്രിയിൽ മാത്രമാണ് 3 സിമ്പിൾസ് നമ്മൾ അറ്റ്യൂൺ ചെയ്ത് കൊടുക്കുന്നത്. മാസ്റ്റർ സിമ്പിൾസ് നമ്മൾ മൂന്നാമത്തെ ലെവലിലാണ് നമ്മൾ അറ്റ്യൂൺ ചെയ്ത് കൊടുക്കുന്നത്. സിമ്പിൾസ്, ഇപ്പോൾ പല ആളുകൾക്കും സംശയം തോന്നാം, എന്താണ് ഈ സിമ്പിൾസ്? സിമ്പിൾസ് എന്ന് പറയുമ്പോൾ ഒരു ജാപ്പനീസ് ഭാഷയിലുള്ള, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റേക്കിക്ക് ഒരു ജാപ്പനീസ് ഒറിജിൻ ഉണ്ട്. അതുകൊണ്ട് ജാപ്പനീസ് ഭാഷയിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള അക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള വരകൾ മാത്രമാണ്. അപ്പോൾ ഈ വരകൾ കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിന് ഒരു കൃത്യമായ ഉത്തരം പറയുകയാണെങ്കിൽ, എന്തിനാണ് നമ്മൾ സിമ്പിൾസ്? ഇപ്പോൾ നമുക്ക് ഏറ്റവും ലളിതമായ ഒരു സിമ്പിൾസിനെ പറ്റി നമുക്ക് പറയാം. ട്രാഫിക് സിഗ്നൽസ്, ഒരു റെഡ് കളറ്, റെഡ് ലൈറ്റ് അല്ലെങ്കിൽ ഗ്രീൻ ലൈറ്റ്, യെല്ലോ ലൈറ്റ്, ഈ 3 ലൈറ്റ് കാണുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് വരുന്ന കാര്യങ്ങളുണ്ട് അല്ലേ. ഒരു റെഡ് ലൈറ്റ് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ വണ്ടി നിർത്തുക എന്നുള്ള ഒരു സംഭവം വരുന്നുണ്ട്. അതല്ലെങ്കിൽ ഒരു അപായ സൂചന നമുക്ക് നൽകുന്നുണ്ട്. ഇതേപോലത്തെ ഇപ്പം നമ്മൾ ഈ സിമ്പിൾസ് വെച്ച് നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ സിമ്പിൾസുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതുമായി നമ്മുടെ മനസ്സ് ഫോക്കസ്ഡ് ആവുകയും ആ സിമ്പിൾസ് യൂസ് ചെയ്യുമ്പോൾ തന്നെ ആ സിമ്പിൾസിൻ്റെ ഇത്രയും കാര്യങ്ങൾ ഇത് വെച്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ള നമ്മളുടെ മനസ്സിൽ തന്നെ കൃത്യമായൊരു ഐഡിയ വരികയും അത് വെച്ച് നമ്മുടെ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യാനും അഫർമേഷൻസ് സെറ്റ് ചെയ്യാനും മാനിഫെസ്റ്റേഷൻ ചെയ്യാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ സിമ്പിൾസ് ഇതൊരു ടൂള് മാത്രമാണ്. ഇപ്പം നമുക്ക് ഒരു ഉദാഹരണത്തിൽ പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് മുറിക്കാൻ ഉപയോഗിക്കുന്ന സിസേഴ്സ്, കത്രികയുണ്ട്, നമുക്ക് വീട്ടിൽ നൈഫുണ്ട്, നമുക്ക് കൂടുതൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടാലി ഉണ്ട്.
ഇതെല്ലാം ചെയ്യുന്ന പ്രവൃത്തി മുറിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു കൊടാലി ഉപയോഗിച്ച് നമ്മൾ തുണി മുറിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളൊരു വെട്ടുകത്തി ഉപയോഗിച്ച് നമ്മൾ മരത്തിനെ വെട്ടിക്കീറാറില്ല, നമ്മൾ കൊടാലി ഉപയോഗിച്ച് ചെയ്യാറ്. അതിന് ഓരോന്നിനും ഓരോ ടൂളുകളുണ്ട്. അപ്പോൾ നമ്മുടെ റേക്കിയുടെ ലെവലുകളിലും ഈ ക്ലാസിക്കലായിട്ടുള്ള സിമ്പിൾസ് കൂടാതെ വേറെ അനേകം സിമ്പിൾസ് ഉണ്ട്. ഇതെല്ലാം ഒരു ടൂളാണ്. നമ്മുടെ മുന്നിലോട്ട് വരുന്ന ഓരോ വ്യക്തികളുടെ അവരുടെ പ്രശ്നങ്ങൾക്കനുസരിച്ച് എങ്ങനെ നമുക്ക് അതിനെ അഭിമുഖീകരിക്കാം, എങ്ങനെ നമുക്കതിനെ ക്യൂർ ചെയ്യാം എന്ന് അതിനു വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ ടൂളുകളാണ്. അപ്പോൾ ഇത് സെക്കൻഡ് ഡിഗ്രി ഒരു റേക്കി പഠിക്കുന്ന ഒരാൾ ഫസ്റ്റ് ലെവൽ കഴിഞ്ഞതിന് ശേഷം മിനിമം സെക്കൻഡ് ലെവലെങ്കിലും എടുത്തിരിക്കണം. 3 ലെവൽ എടുത്താൽ മാത്രമാണ് റേക്കിയുടെ പഠനം പൂർത്തിയാകുന്നുള്ളൂ. കാരണം കൃത്യമായി ക്ലാസിക്കലായിട്ടുള്ള എല്ലാ സിമ്പിൾസും അറ്റ്യൂൺ ചെയ്ത് അതിൻ്റെ പ്രാക്ടീസ് കൊണ്ട് നമ്മളൊരു പരിവർത്തനത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. സർ, ഇത് പറഞ്ഞപ്പോ ഒരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പൊ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴാണല്ലോ നമ്മൾ ഇതേപോലെയുള്ള മാസ്റ്റേഴ്സിനെ അന്വേഷിച്ചിറങ്ങുന്നത്. ഇപ്പൊ ജ്യോതിഷപരമാണെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നമ്മൾ അത് ക്ലിയർ ചെയ്യാനുള്ള സൊല്യൂഷൻ ഏത് വഴിയിലൂടെയാണ് എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചിറങ്ങുന്നത്. അപ്പൊ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, ഇപ്പൊ ഒരു മനുഷ്യന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരിക്കലും ഈ ജന്മമായിട്ട് കണക്ട് ചെയ്ത് ഉണ്ടാവുന്നതായിരിക്കില്ല. ചിലപ്പോ അവന്റെ മുൻകാലങ്ങളിലുള്ള ജന്മങ്ങൾ അനുസരിച്ചിട്ടുള്ള കർമ്മങ്ങളുടെ ഒരു ബ്ലോക്കേജ് കൊണ്ടിട്ട് കൂടിയായിരിക്കും ഈ ജന്മത്തിൽ അവൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ജന്മങ്ങളായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഇത്രയും ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് നമുക്കത് റേക്കി ത്രൂ മാറ്റാൻ സാധിക്കില്ലേ? മുൻ ജന്മങ്ങളിലുള്ള ഈ ബ്ലോക്കേജും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് മാറ്റാൻ സാധിക്കും. അതിന് 2 രീതിയിൽ നമ്മൾ ഉത്തരം പറയണം. നമ്മൾ ആദ്യം നമ്മളുടെ ഇപ്പോഴത്തെ ഫോക്കസ് എന്തായിരിക്കണം? ഈ ഒരു ജന്മമാണ് അല്ലേ. ഇപ്പോ ഗായത്രിയുടെ മുമ്പിൽ വന്നിരുന്ന് വർത്താനം പറയുന്ന എൻ്റെ ഒരു ബോഡി മാത്രമാണ് എൻ്റെ സബ്ജക്റ്റ് അല്ലേ. എൻ്റെ ഇപ്പൊ റേക്കി പ്രാക്ടീസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എൻ്റെ വേറെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസോ എല്ലാം എൻ്റെ ബോഡി, ഈ ജീവിതം കേന്ദ്രീകരിച്ചാണ് അല്ലേ. നമ്മൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏതിലാണ്? ഈ ജീവനും ഈ ശരീരത്തിനും ഈ മനസ്സിനും ആണ് നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പക്ഷേ സൈക്കോളജിസ്റ്റുകൾ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ പല ഹീലേഴ്സും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വരുന്ന എല്ലാ പ്രശ്നത്തിനും ഒരു മൂലകാരണം ഉണ്ടാവും. ഇപ്പൊ നമ്മളെ ഹിപ്നോട്ടിസം ചെയ്യുകയാണെങ്കിൽ പോലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുള്ള വേദനകളും ബുദ്ധിമുട്ടുകളും തൊട്ട് എല്ലാ പ്രോബ്ലംസും അതിലുണ്ടാവും. ശരിയല്ലേ? അപ്പൊ നമ്മള് ക്യൂർ ചെയ്യുമ്പോൾ എപ്പോഴും എന്താണെന്നുള്ളൊരു റൂട്ട് കോസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രശ്നങ്ങളാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇതെന്റെ ഒരു സ്റ്റഡിയാണ്. ആ റൂട്ടില് നമ്മള് ഇപ്പൊ ക്ലിയർ ചെയ്താൽ മാത്രമാണ് നമുക്ക് തീർച്ചയായിട്ടും ആ മനുഷ്യന്റെ ഇപ്പോഴുള്ള ലൈഫിലുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ബ്ലോക്ക് മാറ്റി ഏറ്റവും നല്ലൊരു ലൈഫ് അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും റേക്കി എന്ന് പറയുന്ന ഈ ഒരു എനർജി നമുക്ക് ശരിക്കും അവരുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആ ഒരു രീതിയിലുള്ള പ്രോബ്ലംസ് ഒക്കെ മാറ്റാൻ ഉതകുന്നത് തന്നെയല്ലേ? സബ് കോൺഷ്യസ് ലെവലിലുള്ള പ്രോബ്ലംസ്. കാരണം ഇപ്പോൾ ഈ പാസ്റ്റ് ലൈഫിലോട്ട് നാം കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു ലൈഫിലെ ഇപ്പൊ നമ്മളുടെ ഒരു ചെറുപ്പകാലത്തെ ഒരു ചൈൽഡ് അബ്യൂസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ട്രോമാസ് ആയിക്കോട്ടെ, ഇതെല്ലാം മനുഷ്യന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ വരുത്തി വയ്ക്കുന്ന ഒരു ലിമിറ്റഡ് ബിലീഫ്സ് ആണ് അല്ലേ. അത് ലിമിറ്റഡ് ബിലീഫ്സ് ആയിട്ടാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. അത് ഞാൻ നല്ലവനല്ല, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കപ്പെടാൻ അർഹനല്ല, അല്ലെങ്കിൽ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് അർഹനല്ല. ആ ഒരു ബിലീഫ്സ് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളുടെ റേക്കിയിൽ ആ ഒരു ബിലീഫ് സിസ്റ്റത്തിനെ മാറ്റാനായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ഇതുണ്ട്. കാരണം നമ്മൾ റേക്കി ചെയ്യുമ്പോൾ ബ്രെയിൻ വേവ്സ് നമ്മുടെ ആൽഫ തീറ്റ ലെവലിലേക്കാണ് പോകുന്നത്. ആ സമയത്താണ് സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും കൂടുതൽ റിസെപ്റ്റീവ് ആവുന്നത്. ഈ റിസെപ്റ്റീവ് ആയിരിക്കുന്ന സമയത്താണ് നമ്മൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ആ ലിമിറ്റഡ് ബിലീഫ്സ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഐ എം വർത്തി ഓഫ് ഹാപ്പി ലൈഫ്, ഐ എം വർത്തി ഓഫ് അബണ്ടൻസ്, ഐ എം വർത്തി ഓഫ് വെൽത്തി ലൈഫ്, ഇതുപോലുള്ള പോസിറ്റീവ് അഫർമേഷൻസ് കൊടുത്തിട്ട് ബ്രെയിൻ വേവ്സ് ചേഞ്ച് ചെയ്ത് ബ്രെയിൻ കെമിക്കൽസിൻ്റെ ചേഞ്ചസ് വരുത്തി ഒരു പുതിയ ന്യൂറൽ പാറ്റേൺ അല്ലെങ്കിൽ ന്യൂറൽ പാത്വേസ് സൃഷ്ടിച്ച് ഒരു ബിലീഫ് സിസ്റ്റം അവിടെ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് റേക്കിയിലൂടെ ചെയ്യുന്നത്. ഇതല്ലാതെ നമ്മൾ ഒരു യൂണിവേഴ്സൽ എനർജി ഉപയോഗിച്ച് ആ ഒരു പ്രത്യേക ഭാഗത്തിന് ഹീൽ ചെയ്യുക മാത്രമല്ല. അതുകൊണ്ടാണ് ഞാൻ മുൻപേ പറഞ്ഞത്, ഈ റേക്കി ഹീലിങ്ങിൽ തീർച്ചയായും ഈ അഫർമേഷൻസിൻ്റെയും മൈൻഡ്ഫുൾനെസ്സിൻ്റെയും അതല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻസിൻ്റെയും
ലവിൻ്റെയും ഗ്രാറ്റിറ്റ്യൂഡിൻ്റെയും ഇതിൻ്റെ എല്ലാം ഘടകങ്ങൾ ഉൾപ്പെടുത്തിയാൽ മാത്രമാണ് റേക്കി അതിലെല്ലാം ഉൾപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മളുടെ എവിടെയോ വെച്ച് നമ്മളുടെ ഈ റേക്കിയുടെ പഠിപ്പിക്കുന്ന രീതിയിൽ അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇതും കൂടി ഇൻവോൾവ് ചെയ്യുന്ന ഒരു റേക്കി സാധനകൾ മാത്രമാണ് ഒരു ഫുൾഫിൽ ആയിട്ടുള്ള ഒരു സാധനയായി മാറുള്ളൂ. നമ്മളുടെ വിഷസിനനുസരിച്ച് നമുക്കത് മാനിഫെസ്റ്റ് ചെയ്യാനും സാധിക്കുള്ളൂ.